നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഹിരോഷിമ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. എടത്തിരുത്തി വെസ്റ്റ് SNB LP സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജലോത്സവം ഓഗസ്റ്റ് 27-നാണ് ഉണ്ടാവുക. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സംഘാടക സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. RDO MK ഇന്ദു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ഇരിഞ്ഞാലക്കുട DYSP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രഞ്ജില ഗിരി, ക്ലെമന്റ് ഫ്രാൻസിസ്, ജ്യോതിലക്ഷ്മി വസന്തൻ, ജലോത്സവം സംഘാടക സമിതി കോർഡിനേറ്റർ VN സുർജിത്ത്, ജനറൽ കൺവീനർ IN സുധീഷ്, ട്രഷറർ KV വിനോദൻ, CM നൌഷാദ്, തഹസിൽദാർമാർ, അഗ്നിരക്ഷാസേന, പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. കടൽക്ഷോഭം മൂലം വീടും ഭൂമിയും കൃഷിയും നശിച്ചവരെ നേരിൽ കണ്ട് കളക്ടർ വിവരങ്ങൾ ആരാഞ്ഞു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ വരെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കൊല്ലം ആദ്യമായിട്ട് ഞങ്ങൾ ചെറുപ്പുള്ളപ്പോൾ വന്ന് താമസിക്കുന്നത് ഇവിടെ 8,000 രൂപ വാടകയ്ക്ക് ഞങ്ങൾക്ക് താമസിക്കുന്നത്. അനിയത്തിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ക്യാമ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അനിയത്തി വയ്യാത്ത ആളാണ്. ഇപ്പോൾ പൊടിക്കലൊക്കെ പൊടിച്ച് കടം പിടിച്ചിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ വെച്ചിട്ട് കൊണ്ടുകൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ അത്രയും മാർഗമില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ വിറ്റിയ കാര്യം ഞങ്ങൾക്ക് പരമാവധി ശ്രമിച്ചത്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറ്. കുടിവെള്ളത്തിന്റെ കാര്യം ഞാനിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് തന്നു വന്നു. ബാക്കിയാണ് മാസങ്ങളായിട്ട് ഇവര് വെള്ളത്തിലെടുക്കണ്ടോ എന്റെ കാര്യമില്ല പറഞ്ഞത്. ഞങ്ങൾക്ക് അതിന് നമുക്ക് വിഷമേ. നാടാടെ വന്നൊരു 19 കുഞ്ഞി പ്രായത്തിൽ വന്ന് താമസിക്കുന്നോടെ എന്നിട്ട് വാടക നിങ്ങോട്ട് പോരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആക്കി. ജനലും മൊത്തം വരത്തില്ല, ജനലും വാതിലും വെച്ച് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോഴത്തെ റോഡ് എടുത്തു പോയി ഞങ്ങൾ എന്ത് ചെയ്യും? അടിയന്തരമായി കടൽ ഭിത്തി കെട്ടുകയും പൊളിഞ്ഞുപോയ റോഡ് നിർമ്മിച്ച് ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്കൂൾ അവധിയായതിനാൽ നിരവധി കുട്ടികളും കളക്ടറെ കാണാനും സങ്കടം ബോധിപ്പിക്കാനും എത്തിയിരുന്നു. സ്കൂളിലേക്ക് പോകാനുള്ള ഏക ആശ്രയമായ റോഡ് കൂടി കടലെടുത്തതോടെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ദുരിതത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വെള്ളം വരാത്തതുമൂലം കുടിവെള്ളവും ലഭിക്കുന്നില്ല. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം പരിഗണിച്ച് 5 ദിവസം വെള്ളം ടാങ്കർ ലോറിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതും നിലച്ചിരിക്കുകയാണ്. ഏങ്ങണ്ടിയൂരിനും തളിക്കുളത്തിനും ഇടയിൽ കിടക്കുന്ന വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1, 17, 18 വാർഡുകളാണ് കടൽ തീരം തൊട്ടുകിടക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന വാടനപ്പള്ളി കടൽ തീരം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. ടെട്രോപോഡ് കടൽ ഭിത്തി കെട്ടി തീരപ്രദേശം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, CP സുനിൽകുമാർ, KS ധനീഷ്, B മുരളീധരൻ, PK സുധർമ്മൻ, നൌഫൽ വലിയകത്ത്, മറ്റ് വാർഡ് ബ്ലോക്ക് മെമ്പർമാർ, ചാവക്കാട് തഹസിൽദാർ, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഇപ്പോൾ ഈ കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നം ഏകദേശം 2 മാസത്തോളമായി അവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ട്. ആ സമയത്ത് തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പേഴ്സും എന്നെ വന്ന് കണ്ടിരുന്നു. അതുകൂടാതെ ബഹുമാനപ്പെട്ട മണലൂർ MLAയും ഇക്കാര്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജില്ലയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിയോ ബാഗുകൾ ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള സാങ്ഷൻ കൊടുത്തെങ്കിലും പക്ഷെ അതുകൊണ്ട് ഇവിടെ നിൽക്കില്ല എന്നാണ് ഇതിൻ്റെ എക്സ്പേർട്സ് അഡീഷണൽ ഇറിഗേഷൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ അറിയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വേറൊരു എസ്റ്റിമേറ്റ് എടുത്ത് കല്ലിടാനുള്ള ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ഇറിഗേഷൻ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു. അതുകൂടാതെ ജില്ലാ കളക്ടർ എന്ന രീതിയിൽ ഞാനത് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ചീഫ് എഞ്ചിനീയറെയും സെക്രട്ടറിയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ പോസിറ്റീവായിട്ട് തരാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
അതുകൂടാതെ ഇപ്പോൾ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. ഹൈറ്റൈഡ് ലൈനിൽ നിന്ന് 50 മീറ്റർ അകത്ത് നിൽക്കുന്ന വീടുകളുടെ ലിസ്റ്റ് നമുക്കൊന്നെടുത്ത് പുനർഗേഹ പദ്ധതിയിൽ അവരെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നതാണ്. ഇപ്പോൾ ജില്ലയിൽ ഇപ്പോൾ ഇന്ന് നിലവിൽ രാവിലെ ഒരു 3 മണിക്കൂർ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓറഞ്ച് അലേർട്ടാണ് 1 മണി വരെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വീടുകളിലേക്ക് കയറിയിട്ടുണ്ടോ എന്നറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയത്. കർഷക സൗജന്യ വൈദ്യുതി ഗുണഭോക്തൃ സമിതി 4ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് BG വിനോദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC സുധീർ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MB മധു, കൃഷി ഓഫീസർ ഇൻചാർജ് TR അഞ്ജന, കുമാരൻ പനച്ചിക്കൽ, ദിവാകരൻ, യൂസഫ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ കൃഷി ഓഫീസറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. നമ്മുടെ മണലൂർ നിയോജക മണ്ഡലത്തിൽ എന്തായാലും ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ MLA ഒരു കാർഷിക മണ്ഡലമായിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന രീതിയിൽ കൃഷിയുടെ രംഗത്ത് സമൂലമായ ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 7 വ്യത്യസ്ത പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കാർബൺ ന്യൂട്രൽ മണലൂർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ആ ആശയം മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വാടനപ്പള്ളിയിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് കർഷകർ ഒക്കെ ഉള്ള നമ്മുടെ നാട് ഇനിയും കാർഷിക മേഖലയിൽ ഒരുപാട് മുന്നേറാനുണ്ട്. പല ആൾക്കാരും കൂടെ ഇപ്പോൾ തന്നെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ പല കർഷകരും ഈ കാലഘട്ടത്തിനിടയിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തന്നെ നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ഹിരോഷിമ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. യുദ്ധം വരുത്തിവെക്കുന്ന മഹാവിപത്തുകളെക്കുറിച്ചും യുദ്ധം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും പ്രധാനാധ്യാപിക സീജ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ശിവദ സുനിൽ ഹിരോഷിമ ദിന സന്ദേശം നൽകി. സമാധാന സന്ദേശം പകർന്നു നൽകുന്ന വർണ്ണശബളമായ കടലാസ് കൊണ്ട് തീർത്ത സഡാക്കോ കൊക്കുകൾ സ്കൂൾ അങ്കണം മനോഹരമാക്കി. കൂടുതൽ സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ച AA അഫ്താബ്, CS ദിഷ, ഫാത്തിമ ഫഹ്മ എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൺവീനർ ആൻസി S മാറോക്കി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കണ്ടശങ്കടവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധ കഞ്ഞിക്കിറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിവിത പ്രജിത്ത് കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനം, ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം, ജീവിതശൈലി ക്രമീകരണങ്ങൾ എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ഷിജി എന്നിവർ സംസാരിച്ചു. ഏകദേശം 750ഓളം പേർക്ക് കർക്കിടക ഔഷധ കഞ്ഞിക്കിറ്റ് വിതരണം ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. Dr. Rishi's Imaging Ultrasound Scan Center and Digital Mammography. Ground floor, Dr. Jyoti's ENT Clinic, എടമുട്ടം. പരിശോധന ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ. എടമുട്ടത്തിന് ഇനി അഭിമാനിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മാത്രമല്ല, വേദനയില്ലാതെ കഴുത്തിലെ മുഴകളിൽ നിന്നുള്ള ബയോപ്സി പരിശോധന, അതിസാങ്കേതിക മാമോഗ്രാം, ലിവറിലെ കൊഴുപ്പിന്റെ അളവും കട്ടിപ്പും അറിയാനുള്ള ഇലാസ്റ്റോഗ്രാഫി, കാലുകളിലെയും കഴുത്തിലെയും രക്തസംക്രമണം അറിയാനുള്ള ഡോപ്ലർ എന്നീ പരിശോധനകൾ ഏറ്റവും വിദഗ്ധനായ റേഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം. അൾട്രാസൗണ്ട് അബ്ഡോമൻ, നെക്ക്, സോഫ്റ്റ് ടിഷ്യൂസ്, ലിവർ സ്കാൻ, ലിവർ ഫൈബ്രോസിസ് ആൻഡ് ഫാറ്റ് എസ്റ്റിമേഷൻ, കളർ ഡോപ്ലർ, USG ഗൈഡഡ് FNAC, ഡിജിറ്റൽ മാമോഗ്രാഫി. For scan booking 7994085566. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ.
കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. ശ്രാവണം 2026 ഇത്തവണയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ശ്രാവണം അരങ്ങിലെത്തുകയാണ്. തിരുവാതിര, കൈകൊട്ടികളി, ഓണപ്പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, നാടൻപാട്ട് തുടങ്ങി മറ്റ് ഓണാഘോഷ ഗ്രൂപ്പ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക 8089510449. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ Gold and Diamonds വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamonds, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലെറിയാൻ പോണം, മൂടി പുതച്ചുറങ്ങണം, സ്കൂളിൽ പോണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കട്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി വെസ്റ്റ് SNB LP സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. കുട്ടികളിൽ കായികക്ഷമതയും കായിക അഭിരുചിയും വളർത്തുന്നതിന്റെ ഭാഗമായി എടത്തിരുത്തി വെസ്റ്റ് SNB LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചെയർമാനുമായ ശോഭ സുബിൻ നേതൃത്വം നൽകുന്ന സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ ഭാഗമായാണ് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ക്രിക്കറ്റ് ബാറ്റുകൾ, ബോളുകൾ, സ്റ്റമ്പുകൾ, ഷട്ടിൽ ബാറ്റുകൾ, കോക്കുകൾ, ഫുട്ബോളുകൾ എന്നിവയാണ് സ്കൂളിന് കൈമാറിയത്.
ചടങ്ങിൽ സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർ അഫ്സൽ കെ.എ. അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഷാജി കണ്ണങ്കിലകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പി. സലീം, അബ്ദുൾ റഹ്മാൻ, പ്രധാനാധ്യാപിക നിമ്മി, അധ്യാപകരായ കെ.ബി. സന്ധ്യ, കെ.ഡി. നീലിമ, എം.എസ്. ഫസീല, കെ.ജി. ഗീജ, ഇ.ആർ. രമ്യ, ഒ.വി. സോന എന്നിവർ സംസാരിച്ചു. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന പദ്ധതിയാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ തുഫാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളും പ്രത്യേകിച്ചും കുട്ടികളിലേക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കൂടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. സ്മാർട്ട് കയ്പമംഗലത്തിൻ്റെ ഭാഗമായി SSLCയിലും +2ലും പഠിക്കുന്ന ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു, റാങ്ക് ജേതാക്കളെ ആദരിച്ചു, ഫുട്ബോളുകൾ നൽകുന്നു, ക്രിക്കറ്റ് കിറ്റുകൾ നൽകുന്നു, സ്പോർട്സ് കിറ്റുകൾ നൽകുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഈ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച കുട്ടികൾ കളിച്ച് വളരണം, പഠിച്ച് മാത്രം വളർന്നാൽ പോരാ, കളിച്ചും കൂടി കുട്ടികൾ വളരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാട്ടിക കുടുംബശ്രീ CDS ജനകീയ ആരോഗ്യ കേന്ദ്രവുമായി സംയോജിച്ചുകൊണ്ട് ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബിനു ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രജനി ബാബു, കമ്മ്യൂണിറ്റി കൗൺസിലർ ഉമ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. നാട്ടിക ജനകീയ ആരോഗ്യ കേന്ദ്രം സിസ്റ്റർ ജിസ്മി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആശാ വർക്കർമാർ, അമ്മമാർ എന്നിവർ പങ്കെടുത്തു. അറിയാം, ഇന്നത്തെ തലമുറയൊക്കെ നല്ലോണം ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. ഒരു കുറച്ച് നാൾ മുന്നേ വരെ മുലയൂട്ടലുമ്പോൾ നമ്മളുടെ ശരീരഭംഗി കുറയും, നമ്മളുടെ സൗന്ദര്യം കുറയും എന്നുള്ള കുറച്ച് നാൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി മുലയൂട്ടുന്നോറും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുക ചെയ്യാം. അതിനേക്കാളുപരി നമ്മുടെ കുട്ടികളുടെ അവകാശമാണ് മുലപ്പാൽ. ആ അവകാശം നിഷേധിക്കാൻ നമുക്ക് പാടില്ല. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കൾച്ചറൽ ഫെസ്റ്റിന് വർണ്ണാഭമായി തുടക്കം. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും IB പ്രൈമറി ഇയേഴ്സ് പ്രോഗ്രാം ഫെസിലിറ്റേറ്ററും ഓൾ കേരള സഹോദയ CBSE യൂത്ത് ഫെസ്റ്റ് സംസ്ഥാന ജേതാവുമായിരുന്ന അമൃത രാജീവ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. SNE and C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ജനറൽ സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ PS വിജയരാഘവൻ, വൈസ് പ്രിൻസിപ്പൽ K ജിജി, സ്കൂൾ കൾച്ചറൽ ക്യാപ്റ്റൻ ജാനകി സുരേഷ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 1 ഡൽഹി രാംലീല മൈതാനിയിൽ CPI സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 പദയാത്ര നടത്തും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് വൈസ് ക്യാപ്റ്റനും അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം ഡയറക്ടറുമായാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. വിലക്കയറ്റം തടയുക, യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കുക, സാർവത്രിക പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക, വനിതാ സംവരണ ബിൽ അടിയന്തരമായി നടപ്പാക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകുക,
തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുക, ബാലറ്റ് പേപ്പറും ജനാധിപത്യവും സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക, ദളിതർക്കും ഗോത്ര വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ പ്രക്ഷോഭത്തിൽ പ്രധാനമായും ഉയർത്തുന്നത്. ദേശീയ വിഷയങ്ങൾക്കൊപ്പം കയ്പമംഗലത്തെ പ്രാദേശിക വിഷയങ്ങളും പദയാത്രയിൽ ഉയർത്തിക്കാട്ടുമെന്നും നേതാക്കൾ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന് നഗരസഞ്ചയ പദ്ധതി പ്രകാരം ലഭിച്ച 3.5 കോടി രൂപ 3 വാർഡുകളിലേക്ക് മാത്രമായി വകയിരുത്തിയെന്നും പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വാർഡുകൾക്ക് ഫണ്ട് ലഭിച്ചില്ലെന്നും CPI ആരോപിച്ചു. മൂന്നുപിടിക ബീച്ച് റോഡ്, കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ്, ഗ്രാമലക്ഷ്മി റോഡ് തുടങ്ങിയ പഞ്ചായത്ത് ആസ്തിയിലുള്ള ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ പഞ്ചായത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം 45% ഫണ്ട് ലാപ്സായതായും CPI ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ MD സുരേഷ്, കൺവീനർ ES സതീശൻ, ട്രഷറർ CA ധർമ്മദാസ്, CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PA റഹീം, PH അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തൃപ്പയാർ JP ബിൽഡിംഗ് ഉടമ ചീരക്കുളങ്ങര ജയപ്രകാശൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ബേബിയാണ് ഭാര്യ. ജാസ്മിൻ, രശ്മി, ജിനു എന്നിവർ മക്കളും പ്രജി, ജഗജീവൻ, സരിത എന്നിവർ മരുമക്കളുമാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഹിരോഷിമ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. എടത്തിരുത്തി വെസ്റ്റ് SNB LP സ്കൂളിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.